Hi children, welcome to LKLS Maths class. In നമ്മൾ SSLC Chapter 1 Arithmetic Sequenceലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. പേജ് നമ്പർ 18. ഓക്കെ, സോ പേജ് നമ്പർ 18ലുള്ള ഇതുവരെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതാണ് കേട്ടോ. ഇവിടെ തുടങ്ങിയിട്ട് ഇവിടെ വരെ അപ്ലോഡ് ചെയ്തു. then ഇത് തേർഡ് ക്വസ്റ്റ്യൻ ആണ്. സീ ദ പിക്ചേഴ്സ് ബിലോ. കണ്ടോ, ഇവിടെ ഒരു പിക്ചർ, then ഇവിടെ ഒരു സ്ക്വയർ, പെർഫെക്റ്റ് സ്ക്വയർ, ഇത് വീണ്ടും ഒരു റെക്റ്റാങ്കിൾ, ഇതും ഒരു റെക്റ്റാങ്കിൾ തന്നെയാണ് അല്ലേ. സോ അതിന് ഇവിടെയുമുണ്ട്. അപ്പോൾ ഇങ്ങനെ 4 പിക്ചേഴ്സാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിനകത്ത് അതിനെ ഫോളോ ചെയ്തുകൊണ്ട് 3 സബ് ക്വസ്റ്റ്യൻസ് ഇവിടെയുണ്ട്. ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദർ ഇൻ ഈച്ച് റെക്റ്റാങ്കിൾ. കണ്ടോ, ഓരോ റെക്റ്റാങ്കിളിലും എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഈസിയാണല്ലേ, 1 2. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? 2 ആയിരിക്കും അതിൻ്റെ ആൻസർ. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത സ്ക്വയർ, ഇതിനകത്ത് എത്രയാണുള്ളത്? 1 2 3 4. സോ 4 സ്ക്വയർ. ഇനി ഇതിനകത്ത് 1 2 3 4 5 6. സോ 6 സ്ക്വയേഴ്സ്. ആൻഡ് ഹിയർ 1 2 3 4 5 6 7 8. സോ 8 സ്ക്വയേഴ്സ് ആർ ദർ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായല്ലോ. ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദർ ഇൻ ഈച്ച് റെക്റ്റാങ്കിൾ. ഓരോന്നിനും ചെറിയ ചെറിയ സ്ക്വയേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദ്യം. ഓക്കെ, ദെൻ ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സിന് ലാർജ് സ്ക്വയേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നോക്കിയാൽ ഞാൻ എഴുതിയിരിക്കുന്നത് ആൻസർ 0 1 2 3 എന്നാണ് എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണ് ഇത് വന്നേ നമുക്ക് നോക്കാം അല്ലേ. നോക്കിയാൽ ലാർജ് സ്ക്വയർ എന്ന് പറയുമ്പം ഇതുപോലൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം. നമുക്കറിയാമല്ലേ, സ്ക്വയറിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. ബട്ട് ഹിയർ വാട്ട്, ഇവിടെ ഒന്നുമില്ല അല്ലേ. ഒരു ബിഗ് സ്ക്വയർ ഇവിടെ ഉണ്ടോ? ഇല്ല, ഒരു ചെറിയൊരു റെക്റ്റാങ്കിളാണ്. സോ ദാറ്റ്സ് വൈ ഐ റിട്ടേൺ ഹിയർ 0. ക്ലിയർ. സോ ഇവിടെ എന്താണ്, നമുക്കൊരു ലാർജ് സ്ക്വയർ ഇല്ല, അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? 0 എഴുതാം. ക്ലിയർ ആയല്ലോ. ദെൻ സീ ദ നെക്സ്റ്റ് ഫിഗർ. സീ ദിസ് ഇസ് എ പെർഫെക്റ്റ് സ്ക്വയറിന്. കണ്ടോ, 4 സൈഡും ഈക്വലാണ്, ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് എത്രയാ, ഒറ്റൊരു സ്ക്വയറാണ് നമുക്കിവിടെ ഉള്ളത് അല്ലേ. അതിന് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ എന്തെഴുതാം? നമുക്ക് 1 എഴുതാം. അപ്പോൾ എത്ര ലാർജ് സ്ക്വയറാണ് ഈ പിക്ചറിലുള്ള? ഓൺലി 1 സ്ക്വയർ. സോ 1. ഇനി നെക്സ്റ്റ് നോക്കി, ഇതിന് വന്നപ്പോൾ ഞാനിവിടെ എഴുതിച്ചിരിക്കുന്നത് 2 ആണ്. ഇതെങ്ങനെയാണ് ഈ 2 വന്നത്? നോക്കി, ഈ ഒരു പാർട്ടൊന്ന് ഹൈഡ് ചെയ്ത് വയ്ക്കുക. കണ്ടോ, ഈ ഒരു പാർട്ട് ഹൈഡ് ചെയ്തപ്പോൾ ഇപ്പറേ കിടക്കുന്ന അതേപോലത്തെ തന്നെ ഒരു സ്ക്വയർ നമുക്കിവിടെ ഉണ്ട്. ദെൻ നമുക്ക് ഇവിടെ ഒരെണ്ണം ഇങ്ങനെ ഒന്ന് അടച്ചു വയ്ക്കാം അല്ലേ, ഹൈഡ് ചെയ്ത് വയ്ക്കാം. കണ്ടോ, അപ്പോൾ ഇവിടെയും ഒരു സ്ക്വയർ ഉണ്ട്, ഒരു ബിഗ് സ്ക്വയർ, പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ട്. സോ കണ്ടോ, നമുക്ക് ധൈര്യമായിട്ട് എന്തെഴുതാം? 2 സ്ക്വയേഴ്സ് ഉണ്ട്, അത് നമുക്കിവിടെ എഴുതാം. ക്ലിയർ ആയോ? അപ്പോൾ ഈ 0 ആരെ റിലേറ്റ് ചെയ്യുന്നതാണ്? ഫസ്റ്റ് പിക്ചർ. ദെൻ സെക്കൻഡ് പിക്ചറിൽ എത്ര സ്ക്വയറാണ്? 1. ദെൻ തേർഡിൽ 2 സ്ക്വയേഴ്സ്. അഗെയിൻ ഈ പിക്ചർ നമുക്കൊന്ന് നോക്കാം. ഇവിടെയും നമുക്കൊന്നതാ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കി. ഇത് 2 എണ്ണം നമുക്ക് അങ്ങോട്ട് ഹൈഡ് ചെയ്യാം അല്ലേ. ഇപ്പോൾ കണ്ടോ, ഇത് 2 ഹൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ ഒരു സ്ക്വയർ ഉണ്ട്. പിന്നെ ഇത് 2 ഹൈഡ് ചെയ്താൽ ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്. അപ്പോൾ 2 ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെയും ഹൈഡ് ചെയ്യാം. ഇതിനെയും ഹൈഡ് ചെയ്ത് വയ്ക്കാം. പിന്നെ നമുക്ക് ഇവിടെയും കൂടി ഹൈഡ് ചെയ്യാം. കണ്ടോ, അപ്പോൾ ഒരു സ്ക്വയർ ആയില്ലേ. അപ്പോൾ എത്ര സ്ക്വയേഴ്സായി? 3 സ്ക്വയേഴ്സ് വി ഗോട്ട് നോ, റൈറ്റ്. കണ്ടോ, അപ്പോൾ ആയില്ലേ. ക്ലിയർ ആയല്ലോ അല്ലേ. അപ്പോൾ ആ 2 അറ്റത്തെ നമ്മൾ ഹൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ നടുവിലൊരു സ്ക്വയർ ഉണ്ട്. ഈ 2 എണ്ണത്തിനെ ഹൈഡ് ചെയ്തപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്. ഈ 2 എണ്ണത്തിനെ ഹൈഡ് ചെയ്തപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്. ക്ലിയർ. സോ വി ഗോട്ട് വാട്ട്? 3. സോ ഇതിൻ്റെ എന്താ, ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്? ഫസ്റ്റിൽ 0, ദെൻ ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3. ക്ലിയർ ആയില്ലേ. ഇനി നോക്കൂ, ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ. ഇനി എല്ലാം കൂടെ ചേർത്ത് എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്നാണ് ഇവിടെ ചോദ്യം. ക്ലിയർ ആയല്ലോ. നോക്കിയേ, ഇവിടെ എത്ര സ്ക്വയർ? ഇവിടെ സ്ക്വയർ എന്ന് പറയാനായിട്ട് ഇല്ല അല്ലേ. 1 2 ഈ 2 എണ്ണം അല്ലേ ഉള്ളൂ. സോ നമുക്ക് 2 എഴുതാം. പക്ഷേ ഈ ഒരു പിക്ചർ നോക്കിയേ, ഇവിടെ എങ്ങനെയാണ് ഈ 5 വന്നേ? ഐഡിയ ഉണ്ടോ? സി 1 2 3 4 സ്ക്വയേഴ്സ് ഹിയർ. ദെൻ ദിസ് ബിഗ് സ്ക്വയർ ഓൾസോ. കണ്ടോ. സോ വാട്ട്സ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ്? 5. ക്ലിയർ. ദെൻ സി ഹിയർ ഐ റിട്ടേൺ ഹിയർ വാട്ട്? 8. അപ്പോൾ ആ 8 എങ്ങനെ കിട്ടിയെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. അതേ നോക്കിയേ, 1 2 3 4 5 6. ഇനി 2 എണ്ണം കൂടെ വേണമല്ലോ. ഇത് ഹൈഡ് ചെയ്ത് വെച്ചപ്പോൾ നമുക്ക് എത്രയുണ്ട്? 1 എണ്ണം ഉണ്ട്. സോ 7. ഇനി ഇത് ഹൈഡ് ചെയ്ത് വെച്ചാൽ എത്രയായി? 8. കണ്ടോ, അതുകൊണ്ടാണ് ഇവിടെ 8. ക്ലിയർ ആയോ നന്നായിട്ട്? ഇനി അതുപോലെ ഇവിടെ നോക്കൂ, എഴുതിയത് 11 ആണല്ലേ. എല്ലാ സ്ക്വയേഴ്സും കൂടെ ചേർത്ത് 11. നമുക്ക് ഓൾറെഡി ഒരു 3 എണ്ണം ഉണ്ട് അല്ലേ. 3 എണ്ണം മീൻസ് എങ്ങനെയാണ്? ഇതിനെ ഹൈഡ് ചെയ്ത് നമ്മൾ വെച്ചു. കണ്ടോ, ഇത് ഹൈഡ് ചെയ്തപ്പോൾ 1 എണ്ണം ഉണ്ട്.
ഇത് ഹൈഡ് ചെയ്തപ്പോൾ 2 എണ്ണം ഉണ്ട്. ദെൻ ഈ എൻഡിൽ ഇത് രണ്ടും കൂടി ഹൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? ഇതും ഹൈഡ് ചെയ്തു, ഇതാ ഇവിടെ ഹൈഡ് ചെയ്തു അല്ലേ. ഇപ്പോൾ അതിനെ കുറച്ചുകൂടി നീക്കിക്കുക കേട്ടോ. സോ ഇതാ ഇവിടെ ഹൈഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 3 എണ്ണം. അപ്പോൾ ആ 3 എണ്ണം എക്സ്ട്രാ. ദെൻ ഹിയർ സി, കണ്ടോ 3 കഴിഞ്ഞിട്ട് 4 5 6 7 8 9 10 11. സോ വി ഗോട്ട് 11 സ്ക്വയർസ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ കേട്ടോ. ഇനി നോക്ക്, കണ്ടിന്യൂയിങ് ദിസ് പാറ്റേൺ ഇൻ ഈച്ച് സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ആൻഡ് അരിത്തമെറ്റിക് സീക്വൻസ്. കണ്ടോ, ഇതെല്ലാം ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നും കൂടി നമ്മൾക്കൊന്ന് ചെക്ക് ചെയ്യാൻ വേണമെന്നുണ്ട്. എങ്ങനെയാണ് ചെക്ക് ചെയ്യുക അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന്? സീ ദ ഫസ്റ്റ് ആൻസർ. കണ്ടോ 2 4 6 8. ഇതാണ് നമ്മുടെ എന്താ ഫസ്റ്റ് ആൻസേഴ്സ് നമുക്ക് കിട്ടിയത്. ഞാൻ മുമ്പിലത്തെ ക്വസ്റ്റ്യനിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം അല്ലേ. ആദ്യത്തെ പദം എന്താണ്? ഫസ്റ്റ് ടേം. ദെൻ സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം. സോ ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. ദിസ് ഇസ് എ സെക്കൻഡ് ടേം ആൻഡ് ദിസ് ഇസ് എ ഫസ്റ്റ് ടേം. സോ 4 - 2 എത്ര കിട്ടും? നമുക്ക് 2 കിട്ടും അല്ലേ. അതേപോലെ തന്നെ ഇത് തേർഡ് ടേം ആണ്, ഇത് സെക്കൻഡ് ടേം ആണ് അല്ലേ. അപ്പോൾ ഇത് 6 - 4 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 2 കിട്ടി. ഇനി 8 - 6 ചെയ്താൽ എത്ര കിട്ടുക? 2 കിട്ടി. അപ്പോൾ ഇതൊരു എന്താ സീക്വൻസ് അല്ലേ. ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ ടേമുകൾ തമ്മിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഒരു ഫിക്സഡ് നമ്പർ കോമൺ ഡിഫറൻസ് ആയിട്ട് കിട്ടിയാൽ അതൊരു AP ആണ്. സോ ഇറ്റ് ഈസ് ക്ലിയർ? അതേപോലെ തന്നെയാണല്ലേ ഇവിടെയും നോക്കിയാൽ എത്രയായിരിക്കും ഇവിടെ ഒരു ഫിക്സഡ് നമ്പർ വരിക? 1 അല്ലേ വരിക. സോ ഇതും ഒരു AP ആണ്. ദെൻ ഹിയർ സി, ഇത് എത്ര വെച്ച് ആഡ് ചെയ്തിട്ടുണ്ട്? ഇത് തമ്മിൽ 5 - 2 എത്രയാണ്? 3 ആണ്. ദെൻ 8 - 5 എത്രയാണ്? 3 ആണ്. ദെൻ 11 - 8 എത്രയാണ്? അവിടെയും 3 തന്നെ. സോ ഹിയർ ഓൾസോ വി ഗോട്ട് എ ഫിക്സഡ് നമ്പർ. ദിസ് ഫിക്സഡ് നമ്പർ ഈസ് കോൾഡ് വാട്ട്? CD, which means what? Common difference. So here also we got the same fixed number. Common difference is same അല്ലേ. ഇവിടെ എല്ലാം നമുക്ക് എന്താ കിട്ടിയത്? കോമൺ ഡിഫറൻസ് സെയിം ആണ്. സോ അതുകൊണ്ട് ഈ ഒരു പിക്ചർ കണ്ടിന്യൂ ചെയ്ത് പോയാൽ ഇതെന്താണ്? ദിസ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം. ക്ലിയർ ആയല്ലോ? ഓക്കെ, താങ്ക് യു സോ മച്ച്.